എൻ്റെ പേര് സിസ്റ്റർ ജീന. ഞാൻ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സിസ്റ്റേഴ്സിലെ ഒരാളാണ്. കോതമംഗലത്തു നിന്ന് വരുവാണ്. ജസ്റ്റ് ഞാനൊന്ന് പോകുന്ന കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒരു വർഷമായിട്ട് ഒരു റോസംസ്റ്റിക മാതാവിൻ്റെ ഒരു സെൻറ്ററിൽ ദീപികാന സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ സമയവും. അപ്പം ഇവിടുന്ന് എൻ്റെ ശ്രേയ കൊച്ച് എല്ലാ പ്രാവശ്യവും വിളിക്കും, സിസ്റ്റർ വരുന്നില്ല. ഞാൻ പറയും, മോളെ നീ പ്രാർത്ഥിക്കുക, സമയമായിട്ടില്ല. അങ്ങനെയാണ് ഈ നവംബർ മാസം വരാനായിട്ട് പറ്റിയത്. വന്നപ്പോൾ തൊട്ട് ഭയങ്കര അഭിഷേകമായിരുന്നു, സ്വർഗീയ അഭിഷേകം. ഇവിടെ വന്നു നിന്നപ്പോൾ ഈ പരിശുദ്ധ ഈ സാരി മാതാവ് നല്ലൊരു ചിരിയോടെയാണ് സ്വീകരിച്ചത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അഭിഷേകം കിട്ടി. പിന്നെ ക്ലാസ്സൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഇങ്ങനെ ഈ നമ്മളിങ്ങനെ ആത്മീയ അവസ്ഥയിൽ കിടന്നപ്പോൾ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ സ്വർഗീയമായിട്ട് വലിയൊരു ആനന്ദം അനുഭവിക്കാനായിട്ട് പറ്റി. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഈ ജിൻസ് ബ്രദർ പേര് വിളിക്കാതിരിക്കാൻ വേണ്ടി പമ്മിയിരിക്കുകയായിരുന്നു. അന്നേരം ഉണ്ടല്ലോ, അന്നേരം ഇങ്ങനെ ബ്രദർ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ തീക്കകത്ത് വീഴുന്ന പോലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഈ വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കണ്ണിലൊക്കെ ഇങ്ങനെ ചൂട് വന്നിട്ട് ഞാനിങ്ങനെ കണ്ടു പ്രാർത്ഥിച്ചത് അഗ്നി ഇറങ്ങുന്നതായിട്ടാണ് കണ്ടു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇങ്ങനെ ചൂടിറങ്ങിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ആ ഒരു അഭിഷേകം വെക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഭാഷാപരം പറ്റും. അപ്പം ജിൻസ് ബ്രദർ ഇവിടെ ഏത് ഭാഷയിലാണോ പ്രാർത്ഥിക്കുന്ന അതേ സ്പോട്ടിൽ എനിക്കും അതേ മറുഭാഷ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ മലയാളത്തിലെ വ്യാഖ്യാനം കിട്ടാനായിട്ട് അതിങ്ങനെ പറഞ്ഞപ്പോൾ ചാൾസ് ബ്രദർ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അതേ സമയം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ മലയാളത്തിൽ എൻ്റെ വ്യാഖ്യാനം വരെ കിട്ടി. അങ്ങനെ ആ ഒരു വലിയ കൃപയിലേക്ക് വരാനായിട്ട് പറ്റി. അതുപോലെ തന്നെ എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ക്ലാസ്സും നല്ല ആരാധനയും ഗാന ശുശ്രൂഷയും എല്ലാം പ്രധാനപ്പെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ സ്തുതിപ്പ് ഇങ്ങനെ ചുറ്റുപാടും, ചെവിയിൽ ഇങ്ങനെ സ്തുതിപ്പ് ചുറ്റുപാടും കേൾക്കുമായിരുന്നു. അപ്പം ഓരോരുത്തർ എന്തെങ്കിലും ചോദിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാക്ക് പറയാൻ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ചോദിച്ചിട്ട് മിണ്ടായിരുന്ന പോലെ സിസ്റ്റർ ഗമയാന്ന് പറയത്തില്ല. അപ്പം ജസ്റ്റ് അത്രേ ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടവരുന്നു. പിന്നെ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ സ്തുതിപ്പോടെ കിടക്കുക. രാവിലെ എണീക്കും റോസ് താമസിക്കാൻ അതിൻ്റെ രക്തക്കണ്ണ ജോമാലി പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ. അങ്ങനെ അപ്പം അതുപോലെ തന്നെ ഈ ഹാളിലേക്കേക്ക് വരുമ്പോൾ ഭയങ്കര അഭിഷേകം, അങ്ങനെ വലിയൊരു സ്വർഗീയ ആനന്ദം, സ്വർഗീയ അഭിഷേകം, ഭയങ്കരമായിട്ട് നല്ലൊരു വിടുതൽ, സ്വർഗീയ കൃപകൾ ഇങ്ങനെ അനുഭവിക്കാനൊക്കെ ആയിട്ട് ഒത്തിരിയും സാധിച്ചു. അപ്പോൾ ഒത്തിരി വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഈ രക്തക്കണ്ണ ജപമാലയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ ഓർക്കണം, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു നൈറ്റിൽ ഞങ്ങൾ 3 പേരിരുന്ന് 1000 രക്തക്കണ്ണീർ ജപമാല വെളുപ്പിനെ വരുന്ന ചൊല്ലി. ഈ രക്തക്കണ്ണീർ ജപമാലയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഈശോ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു നമ്മുടെ ഈ ഗ്രൂപ്പിനെയും ഈ സ്നേഹബഹുമാനപ്പെട്ട ബ്രദേഴ്സിനെയും ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോയ്ക്കും സാരി മാതാവിനും റോസമിസ്റ്റേ മാതാവിനും 1000 നന്ദി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അനുഭവരുത്. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് സിസ്റ്ററെ കരങ്ങളടിച്ച് ദൈവത്തെ മധ്യപ്പെടുത്തി ഒത്തിരി അനുഗ്രഹങ്ങൾ, ഭാഷാപരം, വ്യാഖ്യാനപരം, കൂടാതെ അനേകം വ്യത്യസ്തമായ സുഗന്ധാഭിഷേകം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ തീരാതെ ഏറ്റവും കുറഞ്ഞ വാക്യം സിസ്റ്റർ നിർത്തിയെന്നുള്ളൂ. സിസ്റ്റർ പലപ്പോഴും ഞാൻ നോക്കുന്നു, ഇവിടുന്ന് പേര് വിളിക്കുന്ന സിസ്റ്റർ ആ ഭിത്തിയെ ചാടി ചെരിഞ്ഞ് ഒളിച്ചിരിക്കുക. എന്നോട് ഈശോ പറഞ്ഞു, വിളിക്കുക, എൻ്റെ മകളുടെ പേര് നീ വിളിക്കുക, അവളെ ഞാൻ പുതിയ അഗ്നിയുടെ തലകളെ കൊണ്ടുവന്ന്. ഒരു പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ഭിത്തിക്ക് പുറകിൽ ഒളിച്ചിരിക്കുക. അത് ആ ഭിത്തിയും പിടത്തിക്കൊണ്ട് പോണ കണ്ടിട്ട് ചിരിയും വന്നിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ടുകൊണ്ട് കിടക്കുന്ന കർത്താവിന് മുമ്പിൽ എവിടെ പോയി വിളിക്കാനായി? എവിടെ വിളിച്ചാലും അവിടെ ഇരുന്ന് പൊക്കും. ഈ ഹോളിൻ്റെ പരിസരത്ത് എവിടെ നിന്നാലും കിലോമീറ്റർ കളയുന്ന പരിശുദ്ധവരെ പറപ്പിക്കും. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ മധ്യപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഏകദേശം 1 വർഷത്തോളം ആയിട്ട് ഒരുങ്ങുകയായിരുന്നു ഈ ധ്യാനം കൂടാനായിട്ട്. ഇത് സ്വർഗീയ അഭിഷേക ധ്യാനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മരിയൻ ധ്യാനം എന്നാണ് എനിക്കൊരു അറിവ് കിട്ടിയത്. അപ്പോൾ ഈ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു നല്ല അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. ഈ തിരുവോസ്തിയിൽ ഈശോയെ കുരിശിതനായ ഈശോയെ ഇന്നലെ കാണാനായിട്ട് ഇടയായി. ഇന്ന് എനിക്ക് ഉത്തിതനായ ഈശോയെ എനിക്ക് കാണാൻ പറ്റിയത്. ഈ ആരാധനയുടെ സമയത്ത് സ്വർഗം മുഴുവന് ഭൂമിയിലേക്ക് വന്ന ഈ സ്വർഗീയ പശുത്യാമ്മ റോസാമിസ്റ്റിക്കാമ്മ ഈ തിരുവോസ്തിയുടെ മറവിൽ ഇങ്ങനെ നിൽക്കുന്ന, ഇങ്ങനെ ആശീർവദിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ സ്വർഗീയ വൃന്ദങ്ങൾ, മാലകമാരെ ഇങ്ങനെ
ബാൻഡ്യമേളം, എനിക്ക് ബാൻഡ്യമേളം ഭയങ്കര ഇഷ്ടമായതാണ്. എനിക്ക് ബാൻഡ്യമേളം കേൾക്കുന്ന മുഴുവൻ ബാൻഡ്യമേളം മാലാഖമാർ ഇരുവശങ്ങളിൽ നിന്ന് ഇങ്ങനെ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം കാണാനായിട്ടുണ്ടായി. പിന്നെ ബ്രദർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചപ്പം വീണപ്പോഴത്തേനും എനിക്ക് 2 മിനിറ്റ് നേരത്തിന് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ബോധം വന്നപ്പം പിന്നെ ഈ സാരിമാതാവിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. സാരിമാതാവ് എൻ്റെ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായി. പിന്നെ ഇവിടെ പനിനീർ റോസപ്പൂവിൻ്റെ മണം എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടു. ഇങ്ങനെ ഭയങ്കര അഭിഷേകമായിരുന്നു ഈ ധ്യാനം. പിന്നെ ബ്രദറും ചാൾസ് ബ്രദറും ജിൻസ് ബ്രദറും മാർട്ടിൻ ബ്രദറും ഒക്കെ ഇവിടെ ഈ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമായിരുന്നു. പിന്നെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പാട്ടുകാരന് നല്ല അഭിഷേകത്തോടെ പാടുന്നതായിട്ട് കണ്ടു. ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതി അറിഞ്ഞുകൊണ്ട് നിർത്തട്ടെ. പ്രത്യേകിച്ച് ഡേ സിസ്റ്ററെ ഓർത്ത് നന്ദി പറഞ്ഞു. ഡേ സിസ്റ്റർക്ക് ഒത്തിരി ദൈവാനുഗ്രഹം കൊടുത്തതിന് ഓർത്ത് നന്ദി പറഞ്ഞു. ഒത്തിരി അനുഭവങ്ങളെ കർത്താവ് കൊടുത്ത വലിയ നന്ദി പറഞ്ഞ് കരങ്ങടിച്ചേ പോരാ, ഒന്ന് ശക്തിയോടെ കരങ്ങടിച്ചേ. ദൈവം സമൃദ്ധമായിട്ട് സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ.